കേരളത്തിലെ ട്രോൾ സംസ്കാരം അച്ചടി കാർട്ടൂണുകളിൽ നിന്ന് ഡിജിറ്റൽ മീമുകളിലേക്ക് വളർന്നതിനെക്കുറിച്ചുള്ള ഒരു ദ്രുത അവലോകനമാണിത്. കുഞ്ചൻ നമ്പ്യാരുടെ ഹാസ്യകവിതകളിലും പഴയ എസ് തമാശകളിലും തുടങ്ങി ഇന്ന് നമ്മുടെ സമൂഹത്തെയും രാഷ്ട്രീയത്തെയും അമ്മാനമാടുന്ന ഡിജിറ്റൽ മീമുകളിലേക്കുള്ള ഈ കിടിലൻ വാറ്റം നിങ്ങളെ എപ്പോഴെങ്കിലും ചിന്തിപ്പിച്ചിട്ടുണ്ടോ? ഒന്നാമതായി, കേവലം തമാശകൾ എന്നതിൽ നിന്ന് ട്രോളുകൾക്ക് കിട്ടിയ വമ്പൻ സ്വീകാര്യത തന്നെ നോക്കാം. പഴയ സിനിമാ ഡയലോഗുകൾ വെച്ചുള്ള ഈ മീമുകൾ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ സിലബസിൽ വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. പോരാത്തതിന് നമ്മുടെ കേരള പോലീസ് പോലും ബോധവൽക്കരണത്തിനായി ഇപ്പോൾ ട്രോളുകളെയാണ് ആശ്രയിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, പഴയ പത്രങ്ങളിലെ എഡിറ്റോറിയൽ കാർട്ടൂണുകളുടെ ആധുനിക ഡിജിറ്റൽ രൂപം തന്നെയല്ലേ ശരിക്കും ഇന്നത്തെ ഈ മീമുകൾ? രണ്ടാമതായി, രാഷ്ട്രീയത്തിൽ ട്രോളുകൾ ഉണ്ടാക്കുന്ന വലിയ സ്വാധീനമാണ്. ഫേസ്ബുക്കിലെ ICU, ട്രോൾ റിപ്പബ്ലിക് പോലെയുള്ള ജനപ്രിയ പേജുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ വരെ അടിമുടി മാറ്റിമറിക്കുകയാണ്. ഒരു മണിക്കൂർ നീളുന്ന വിരസമായ ഒരു രാഷ്ട്രീയ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ വേഗത്തിൽ വെറുമൊരു കൊച്ചു ചിത്രം ഉപയോഗിച്ച് എത്ര എളുപ്പത്തിലാണ് അവർ സങ്കീർണമായ കാര്യങ്ങൾ നമ്മളിലേക്കെത്തിക്കുന്നത്. മൂന്നാമതായി, പുരുഷാധിപത്യം നിറഞ്ഞ മീം ലോകത്തുണ്ടായ വിപ്ലവകരമായ മാറ്റമാണ്. ഇൻസ്റ്റാഗ്രാം പേജായ പോപ്കൾട്ട് ട്രൈബൊക്കെ ചെയ്തതെന്താണെന്നോ? മുമ്പ് സ്ത്രീകളെ അപമാനിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫെമിനിച്ചി പോലെയുള്ള വാക്കുകളെ അവർ തിരുത്തിയെഴുതി അഭിമാനകരമായ ചിഹ്നങ്ങളാക്കി മാറ്റി. ശത്രുവിന്റെ ആയുധം അവർക്കെതിരെ തന്നെ പ്രയോഗിക്കുന്നതുപോലെ സമൂഹത്തിന്റെ ഒരു അപമാനത്തെ സ്ത്രീകൾ ഇവിടെ തങ്ങളുടെ കരുത്താക്കി മാറ്റുകയായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വെറുമൊരു ഇന്റർനെറ്റ് തമാശ എന്നതിനപ്പുറം രാഷ്ട്രീയ വിമർശനത്തിനും സാമൂഹിക മാറ്റത്തിനും ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു സാംസ്കാരിക ആയുധമായി നമ്മുടെ കേരളത്തിലെ മീമുകൾ മാറിക്കഴിഞ്ഞു.